നമുക്ക് ഇങ്ങനെ പ്രായമായതാണ്, ഒരുപാട് പ്രായമുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് നമ്മളൊന്നും ഈ പൂവൊന്നും ഈ സൂര്യകാന്തിയൊന്നും കൊണ്ടുപോയി കാണിക്കാനുള്ള പോകാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ സൂര്യകാന്തി കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞ്, അപ്പോൾ ഞങ്ങളപ്പോൾ എന്നാൽ ഞങ്ങളുടെ കൃഷി തോട്ടത്തിൽ തന്നെ ഇത് ഒന്ന് ചെയ്താലോ എന്ന് ഒരു ആലോചന ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? കാണുമ്പോൾ ഞാനൊരു തമിഴ്നാട്ടിലൊരു സൂര്യകാന്തി പാടം കാണാൻ വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. എന്നാൽ ഞാൻ തമിഴ്നാട്ടിലൊന്നും അല്ല. ഞാൻ ഉള്ളത് നമ്മുടെ സ്വന്തം കൊച്ചിയിലെ കാക്കനാടാണ്. കാക്കനാട് ഒരു അമ്മയുടെ ആഗ്രഹം കാരണം മക്കളുണ്ടാക്കിയ ഒരു പൂന്തോട്ടത്തിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. അമ്മയ്ക്കൊരു വീഡിയോ കണ്ടപ്പോൾ സൂര്യകാന്തി കാണാനൊരു മോഹം. അപ്പം മക്കളൊന്നും നോക്കിയില്ല, വേഗം കൃഷി ഇറക്കി ഒരു സൂര്യകാന്തി തോട്ടം തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അമ്മയുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ അമ്മ ഒരു സൂര്യകാന്തി തോട്ടം കാണാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു സൂര്യകാന്തി തോട്ടം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? അതിന് സന്തോഷം. അമ്മക്ക് തന്നെയല്ല, ഈ അമ്മേനെ പോലുള്ള ദൂരെ പോയി കാണാൻ പറ്റാത്തവർക്കൊക്കെ, അമ്മമാർക്കും അച്ഛന്മാർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് വന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിത് ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ വന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അമ്മയ്ക്ക് എന്താണ് മക്കളെ ഈ സൂര്യകാന്തി തോട്ടം ഉണ്ടാക്കി തന്നപ്പോൾ സന്തോഷമായോ? സന്തോഷമായി. എന്താ അങ്ങനെ സൂര്യകാന്തി തോട്ടം കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായപ്പോഴാ? ഒന്നും കൂടിയിട്ടില്ല, വീഡിയോ കണ്ടപ്പോഴാണോ അങ്ങനെ തോന്നിയത്? അപ്പൊ മോനോട് എന്താ പറഞ്ഞേ? നമുക്ക് ഇങ്ങനെ കൊള്ളാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അവരങ്ങ് റെഡിയാക്കി തന്നു. എന്താ മക്കളെ കുറിച്ച് എന്താ പറയാനുള്ളേ? മക്കളെ കുറിച്ച് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലേ? നന്നായി നോക്കുന്നൊക്കെ ഉണ്ടോ? ഹാപ്പിയാണോ അമ്മ? ചേട്ടാ, അമ്മയുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമാണോ ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കൃഷി നിങ്ങൾക്കപ്പോൾ മുന്നേ മുതലേ ഉണ്ടോ? ഞങ്ങൾ പരമ്പരാഗതമായിട്ടൊരു കാർഷിക കുടുംബമാണ്. അമ്മയും അച്ഛനൊക്കെ കർഷകർ തന്നെയാണ്. അപ്പോൾ അവരുടെ പാത പിന്തുടർന്ന് ഞാൻ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന 15 വർഷമായി. ഞാൻ കൃഷി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ ബന്ധിക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കൃഷികൾ ആയിട്ടാണ് നമ്മൾ. ഇത് മാത്രമല്ല, ഇത് വേറെ ഇതായിട്ട് ഇപ്പം അമ്മ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഇത് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അപ്പോൾ അമ്മക്ക് ഇത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ ദൂരെ യാത്രയിലൊന്നും പോകാൻ പറ്റില്ല. അമ്മയുടെ ആരോഗ്യം കണ്ടില്ലേ, നടന്നു പോകാനൊക്കെ അല്ലേ, വണ്ടിക്ക് പോയാലും നടക്കാനൊക്കെ പാടാം. അപ്പോൾ ആ ഒരു ആശയത്തിൻ്റെ പുറത്താണ് നമ്മളത് ചെയ്തത്. ഇപ്പോൾ അമ്മ എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ തോട്ടം കണ്ടപ്പോൾ, ഈ പൂക്കളി വിരിഞ്ഞ് നിൽക്കണം കണ്ടപ്പോൾ അമ്മയുടെ റിയാക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഇവിടെ ഈ കുട്ടികളൊക്കെ വരാറുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരാൻ നേരത്തെ നമുക്ക് വലിയ ഹാപ്പിയാണ്. ഇതല്ലാതെ വേറെ കൃഷികളൊക്കെ ഉണ്ടോ? വേറെ സ്ഥലത്ത് കൃഷി പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഉപജീവനമാർഗം. അതാണ്. എന്താണ് ഇതിന്റെ ഒരു ചെലവൊക്കെ എത്രയായി? ചെലവ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ തൈകളൊക്കെ എടുക്കാൻ തന്നെ 10 രൂപ അടുക്കായി. പിന്നെ മറ്റേ നമ്മുടെ അധ്വാനം കാര്യങ്ങളൊക്കെ നോക്കിയാൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയാൻ പറ്റില്ല. ഇതിലൊരു ലാഭം നോക്കിയിട്ടല്ലല്ലോ ഇത്. അല്ല, ഇത് ചെയ്തപ്പോൾ തന്നെ ഞാൻ നമുക്കറിയാം ഇത് ലാഭം കിട്ടില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്നിന്റെ കാലത്ത് എന്ന് പറയുമ്പോൾ അമ്മമാരുടെ ആഗ്രഹങ്ങളൊന്നും മക്കൾ നോക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അമ്മമാരൊക്കെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടയക്കുന്ന അങ്ങനത്തെ ഒരു കാലത്താണ് നിങ്ങൾ ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഇതുപോലെ അമ്മമാരെല്ലാവരും നോക്കണ ആൾക്കാരും ഉണ്ട്, നോക്കാത്ത ആൾക്കാരും ഉണ്ട്. അതൊരു ഭാരമായി കാണുന്നവരാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് വരുന്നത്. അത് നമ്മുടെ സംസ്കാരത്തിന് മാറ്റം വരുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു കൂട്ടുകുടുംബത്തിന്റെ വ്യവസ്ഥയൊക്കെ ഇപ്പൊ മാറി. ഇപ്പം എല്ലാവരും അണുകുടുംബത്തിലേക്ക് ഇതിലാണ് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാറ്റിലേക്ക് മാറി. അങ്ങനെയൊക്കെ ആ സിസ്റ്റം വന്നു കഴിഞ്ഞ പിന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ വൃദ്ധസദനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായി തുടങ്ങിയത്. ഇപ്പൊ നിങ്ങൾ 3 മക്കളും കൂടിയിട്ടാണോ? 4 മക്കളുണ്ട്. 4 പേരും കൂടിയിട്ടാണോ ഈ അമ്മയെ നോക്കുന്നതൊക്കെ? തീർച്ചയായിട്ടും. അമ്മയുടെ കാര്യങ്ങളൊക്കെ? അതെ, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി നോക്കണം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട്? തീർച്ചയായിട്ടും. എന്തായാലും ഒരു വളരെ ഹാപ്പി ആയ ഒരു ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അമ്മയുടെ ഒരു ചെറിയ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ ഒരു അടിപൊളി തോട്ടം തന്നെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പൂവൊക്കെ ഇഷ്ടമായോ? എന്തിനാ വന്നേ ഇങ്ങോട്ട്? പൂ കാണാൻ. എന്താ ഇങ്ങനത്തെ പൂ ആദ്യമായിട്ടാണോ കാണുന്നേ? കണ്ടപ്പോ എന്താ തോന്നി? നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസിൽ ഇങ്ങനെ ഇതുപോലെ സൺഫ്ലവറിൻ്റെ ഇതൊക്കെ വീഡിയോ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ തമിഴ്നാടാണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു പാർവതി എന്നാണ് വരും. അപ്പോൾ പാർവതി പറഞ്ഞു അല്ല, ഇവിടെ അടുത്ത് കാക്കനാട്, ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്, ആദർശയുടെ അടുത്തുള്ള
ഒരു സ്ഥലമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ പോയി. ഇപ്പോൾ ഇവിടെ വന്ന് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം വളരെ നല്ല സ്ഥലമാണ്, കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി, റീൽസൊക്കെ എടുത്തു. എനിക്കൊരു 10-25 കൊല്ലമായിട്ട് ഈ കുടുംബത്തെ അറിയാം. ഒരു അച്ഛൻ, അമ്മ, മക്കളെ എല്ലാം നന്നായിട്ടറിയാം. ഇവർ കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ്, നല്ല അധ്വാനികളാണ്. പക്ഷേ ഇതുപോലുള്ള സംരംഭങ്ങളിൽ ഇവർക്കൊന്നും കിട്ടുന്നില്ല. ആ കാര്യത്തിൽ മാത്രമേ എനിക്ക് പരാതിയുള്ളൂ. അതിന് പൊതുസമൂഹം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈ രാജ്യത്തിനൊരു സൗരഭ്യവും ഒരു പരിമളവും കൊടുക്കുന്നതാണ്. ഇത് അയൽവാക്കി എന്നുള്ളതിൽ ഈ സൗരഭ്യം അങ്ങോട്ടും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. എന്തായാലും ഒരു വളരെ ഹാപ്പി ആയ ഒരു ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അമ്മയുടെ ഒരു ചെറിയ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെ ഒരു അടിപൊളി തോട്ടം തന്നെ ഇവരിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ക്യാമറമാൻ സെവിക്കൊപ്പം ശില്പ.